10th ലെവൽ പ്രിലിംസ്, അറ്റൻഡർ, സെയിൽസ്മാൻ, സ്റ്റോർ കീപ്പർ, അങ്ങനെയുള്ള മെയിൻ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ മൊബൈൽ അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. ഏതാണ്? ബീഹാർ. വനിതാ ചെസ് ലോകകപ്പ് സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? നമ്മുടെ ദിവ്യ ദേശ്മുഖാണ്. ആരാണ്? ദിവ്യ ദേശ്മുഖ്. ഇന്ത്യയിലെ ആദ്യത്തെ അതിദരിദ്രർ ഇല്ലാത്ത ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കോട്ടയമാണ്. ഏതാണ്? കോട്ടയം. ഏത് സ്ഥാപനത്തിൻ്റെ മേധാവിയാണ് പരാഗ് ജെയിൻ അടുത്തിടെ നിയമിതനാകുന്നത്? അതാണ് RAW. കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽവേ പാത ഏതാണ്? എറണാകുളം ടു ഷൊർണൂറാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ സൂത്രധാരൻ ഉൾപ്പെടെ 3 പേർ വധിച്ച സൈനിക ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. അതുപോലെ ഓൺലൈൻ ലോട്ടറി അടക്കമുള്ള എല്ലാ ഓൺലൈൻ വാതുവെപ്പ്, ചൂതാട്ടം നിരോധിക്കുന്ന ബിൽ ലോക്സഭ പാസ്സാക്കുന്നത് 2025 ഓഗസ്റ്റ് 20-നാണ്. പ്രൊജക്റ്റ് 75 ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഏതു രാജ്യത്ത് നിന്നാണ് 70,000 കോടി മുടക്കി 6 പുതിയ തലമുറ അന്തർവാഹിനികൾ വാങ്ങാനുള്ള കരാറിന് അനുമതി നൽകിയത്? ഏതാണ്? നമുക്ക് നോക്കാം. ഏതാണ്? ജർമ്മനിയാണ്. സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിച്ച 5ാമത്തെ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിൽ കലാകിരീടം നേടിയ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ചുവടെ പറയുന്നവയിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. ഏതാണ്? ഉത്തർപ്രദേശാണ്. അതുപോലെ ദക്ഷിണ പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ഏതാണ്? ആസ്ഥാനം ഹുബ്ലിയാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഉത്തരമഹാസമുദ്രങ്ങളുടെ ഭൂരൂപ സവിശേഷതകൾ തിരഞ്ഞെടുക്കുക. ഏതാണ്? ഭൂരൂപ സവിശേഷതകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ എല്ലാം വരും. മണൽ വരമ്പുകൾ വരും, മിയാൻഡറുകൾ വരും, ഓക്സ്ബോ തടാകം വരും. അതുപോലെ പിണഞ്ഞൊഴുകുന്ന ചാലുകൾ. എന്തൊക്കെയാണ് വരുന്നത്? മണൽ വരമ്പുകൾ, മിയാൻഡറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ, പിണഞ്ഞൊഴുകുന്ന ചാലുകൾ. ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ചുവടെ പറയുന്നവയിൽ ഏതാണ്? നമുക്ക് നോക്കാം. ഏതാണ്? രാജ്മഹൽ കുന്നുകളാണ്. മലബാർ തീരവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന വസ്തുതകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതിനകത്ത് എന്തോ വരുന്നത്? എല്ലാം വരും. നോക്കാം. പശ്ചിമ തീരപ്രദേശത്തിൻ്റെ തെക്ക് ഭാഗം മലബാർ തീരം എന്നറിയപ്പെടുന്നു. കർണാടകത്തിൻ്റെ തെക്കൻ തീരം, കേരളത്തിൻ്റെ തീരപ്രദേശം എന്നിവ ഉൾപ്പെടുന്നതാണ് മലബാർ തീരം. ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശമാണ് മലബാർ തീരം. അടുത്ത നോക്കാം നമുക്ക്. ദിബ്രുഗഡ് നഗരം സ്ഥിതി ചെയ്യുന്നത് ചുവടെ പറയുന്നതിൽ ഏത് ഹിമാലയൻ നദിയുടെ തീരത്താണ്? നോക്കാം. ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര. ബറൗണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നമുക്ക് നോക്കാം. ബീഹാർ. ഏതാണ്? ബീഹാർ. കിഴക്കൻ മലനിരകളുമായി ബന്ധപ്പെട്ട് വസ്തുക്കളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ബന്ധപ്പെട്ട എന്തൊക്കെയാണ്? ഇതിനകത്ത് സി ആണ് ഉത്തരം. 1, 2, 3. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലായി നിലകൊള്ളുന്നതാണ് ഈ മലനിരകളാണ്. ഈ മേഖലയിൽ നിബിഡമായ ഉഷ്ണമേഖല മഴക്കാടുകൾ ധാരാളം